നമസ്കാരം. നമുക്കറിയാം, നിഫ്റ്റി സെപ്റ്റംബറിൽ അതിൻ്റെ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നല്ലൊരു കറക്ഷനിലാണ് പോകുന്നത്. പല നിഫ്റ്റി 50 കമ്പനികളും ആ കമ്പനികളുടെ 52 ആഴ്ചയിലെ ഉയരത്തിൽ നിന്ന് 20% ഇടിഞ്ഞ അവസ്ഥയാണ്. എന്നാൽ നിഫ്റ്റി 50യിലെ ഒരു കമ്പനിക്ക് മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. ബജാജ് ഫിനാൻസ് എന്ന NBFC മേഖലയിലെ ജയന്റ് ആണ് ഇത്തരത്തിൽ മുന്നേറുന്നത്. സെപ്റ്റംബറിലും ഒക്ടോബറിലും ഇടിവ് കണ്ടെങ്കിലും കഴിഞ്ഞ 3 മാസങ്ങളിലായി ഓഹരിയിൽ തിരിച്ചുവരവ് കാണുന്നുണ്ട്. റീസെന്റ് ടെലികോം ഭീമൻ ഭാരതി എയർടെലുമായി കമ്പനി ഒരു പാർട്ട്ണർഷിപ്പ് അനൗൺസ് ചെയ്തിരുന്നു. ഭാരതി എയർടെൽ അവരുടെ ആപ്പിൽ ബജാജ് ഫിനാൻസിന്റെ പ്രൊഡക്റ്റുകൾ നൽകുന്നതിനാണ് തീരുമാനമായിട്ടുള്ളത്. ഇപ്പോൾ ആപ്പ് ത്രൂ നൽകുമെന്നും പിന്നീട് എയർടെൽ സ്റ്റോറുകളിലും ഈ സർവീസ് നൽകുന്നത് ആരംഭിക്കുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് എയർടെലിന്റെ 375 മില്യണോളം വരുന്ന കസ്റ്റമർ ബേസാണ് ബജാജ് ഫിനാൻസിന് ഇതുവഴി ലഭിക്കാൻ പോകുന്നത്. ഇത് വരും ക്വാർട്ടറുകളിൽ കമ്പനിക്ക് ഗുണകരമാകും. ഇന്ന് നമ്മൾ നോക്കുന്നത് ബജാജ് ഫിനാൻസിനെ കുറിച്ചാണ്. സോ വെൽക്കം ടു സോർട്ടഡ്. കമ്പനിയുടെ മറ്റു വിവരങ്ങളിലേക്ക് കടക്കാം. ബജാജ് ഗ്രൂപ്പിന്റെ ഫൈനാൻഷ്യൽ ആമായ ബജാജ് ഫിൻസർവ് ലിമിറ്റഡിന്റെ സബ്സിഡിയറി കമ്പനിയാണ് ബജാജ് ഫിനാൻസ്. വായ്പകൾ നൽകുക, ഡിപ്പോസിറ്റുകൾ സ്വീകരിക്കുക, ഒപ്പം പാർട്ട്ണർഷിപ്പ് സർവീസ് സേവനങ്ങളാണ് ഇവർ പ്രധാനമായും ചെയ്യുന്നത്. നമ്മളെ പോലുള്ള റീറ്റെയിൽ കസ്റ്റമേഴ്സ് കൂടാതെ സ്മോൾ മീഡിയം എന്റർപ്രൈസുകൾ, കൊമേഴ്ഷ്യൽ കസ്റ്റമേഴ്സ് എന്നിവർക്കും കമ്പനി ലോൺ കൊടുക്കുന്നുണ്ട്. SMEകൾക്കൊക്കെ വായ്പ നൽകുന്നതിനാൽ അർബൺ ഏരിയയിൽ മാത്രമല്ല റൂറൽ മേഖലയിലും സിഗ്നിഫിക്കൻ്റ് ആയ പ്രസൻസ് ആണ് കമ്പനിക്കുള്ളത്. അതേപോലെ പബ്ലിക് കോർപ്പറേറ്റ് കസ്റ്റമേഴ്സിൽ നിന്ന് ഡിപ്പോസിറ്റ് സ്വീകരിച്ച് കസ്റ്റമേഴ്സിന് വെറൈറ്റി ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സർവീസ് പ്രൊഡക്റ്റുകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. 1987 2 വീലർ 3 വീലർ വാഹനങ്ങൾക്ക് ലോൺ കൊടുക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് കമ്പനി ആദ്യമായി പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് ബജാജ് ഓട്ടോ ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് മറ്റ് സർവീസുകളിലേക്ക് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടുവരികയായിരുന്നു. കമ്പനിക്ക് 2 സബ്സിഡിയറിയാണുള്ളത്. ഹൗസിംഗ് ലോണുകൾ കൊടുക്കുന്ന ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡും ബ്രോക്കിംഗ് സർവീസുകൾ നൽകുന്ന ബജാജ് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡുമാണവ. ഇതുകൂടാതെ കമ്പനിക്ക് 2 അസോസിയേറ്റ് കമ്പനികൾ കൂടിയുണ്ട്. സ്നാപ്പ് വർക്ക് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡും പെനൻ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡും. 2024 മാർച്ച് 31 വരെയുള്ള കണക്ക് പ്രകാരം 83.64 ദശലക്ഷം ഉപഭോക്താക്കൾ കമ്പനിക്കുണ്ട്. ഏകദേശം 3,30,000 കോടി രൂപയുടെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് കൈകാര്യവും ചെയ്യുന്നുണ്ട്. ഒരു രാജ്യത്തിന്റെ എക്കോണമിയുടെ നെടും തൂൺ ഫൈനാൻഷ്യൽ സെക്ടർ തന്നെയാണ്. അതിൽ തന്നെ NBFC സെക്ടറിന് മർമ്മപ്രധാനമായ പങ്കുണ്ട്. കാരണം പല ട്രഡീഷണൽ ബാങ്കുകൾക്കും ഉണ്ടായിരുന്ന പരിമിതികളെ എല്ലാം മറികടന്നുകൊണ്ട് കൂടുതൽ സാധാരണക്കാരിലേക്കും ചെറുകിട വ്യവസായങ്ങളിലേക്കുമെല്ലാം എത്താൻ NBFC കമ്പനികൾക്ക് സാധിച്ചിരുന്നു. കൂടുതൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയ പ്രൊഡക്റ്റുകളും സർവീസുകളും കമ്പനികൾ നൽകി. അതിനാൽ തന്നെ റിമാർക്കബിൾ ആയിട്ടുള്ളൊരു ഗ്രോത്ത് NBFCകൾക്ക് സംഭവിച്ചു. ഡിജിറ്റൈസേഷൻ വന്നതും വിപ്ലവകരമായ മാറ്റങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്നു. ഇതോടെ കമ്പനികൾക്ക് കസ്റ്റമർ ബേസ് വർദ്ധിപ്പിക്കാൻ സാധിച്ചു. RBI പുറത്തുവിട്ട കണക്ക് പ്രകാരം NBFC കമ്പനികളുടെ ലെൻഡിംഗ് 2024 വർഷത്തിൽ 20.8% വർദ്ധിച്ചിട്ടുണ്ട്. അസറ്റ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചതും മറ്റൊരു സവിശേഷതയാണ്. ഡിമോണിറ്റൈസേഷനും GST നിലവിൽ വന്നതും പാൻഡമിക്കും പല വൻപൻ NBFC കമ്പനികളുടെ തകർച്ചയുമെല്ലാം കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കിടയിൽ ഈ ഇൻഡസ്ട്രിയിൽ നേരിട്ട മേജർ ത്രെഡ്സ് ആയിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം ഓവർകം ചെയ്യാൻ ഇൻഡസ്ട്രിക്ക് സാധിച്ചിരുന്നു. ഇനി ബജാജ് ഫിനാൻസിന്റെ കാര്യം നോക്കിയാൽ ഇൻഡസ്ട്രി വളർച്ചയ്ക്കൊപ്പം നിലനിൽക്കാൻ കമ്പനിക്ക് സാധിച്ചു. ഈ അടുത്ത് RBI കൺസ്യൂമർ ക്രെഡിറ്റിന് മുകളിലുള്ള റിസ്ക് വെയിറ്റേജ് 100% നിന്നും 125% ഉയർത്തിയിരുന്നു. അതായത് വിവിധ വായ്പകൾക്ക് അതിൻ്റെ റിസ്കിന്റെ അടിസ്ഥാനത്തിൽ എത്ര ക്യാപിറ്റൽ മാറ്റി വെക്കണം എന്നതിൻ്റെ ഒരു മെഷർമെന്റ് ആണ് റിസ്ക് വെയിറ്റേജിൽ ഉപയോഗിക്കുന്നത്. സോ ഇത് ഉയർന്നതാണെങ്കിൽ അത്തരം വായ്പകളും കൂടുതൽ റിസ്ക് ഉള്ളതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഇത്തരം റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ് ഹാൻഡിൽ ചെയ്യുന്നതിനുള്ള ക്യാപിറ്റൽ കമ്പനിക്കുണ്ട്. അവരുടെ ക്യാപിറ്റൽ അഡക്വസി റേഷ്യോ 2024 മാർച്ച് 31 വരെയുള്ള കണക്ക് പ്രകാരം 22.52%. ഇനി പതിവ് പോലെ കമ്പനിയുടെ സ്ട്രെങ്ത്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ സൂചിപ്പിച്ച ക്യാപിറ്റൽ അഡക്വസി റേഷ്യോ അർത്ഥമാക്കുന്നത് കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ സ്ട്രോങ് ആണ് എന്നതാണ്. മാത്രമല്ല കുറഞ്ഞ നിഷ്ക്രിയ ആസ്തിയാണ് കമ്പനിക്കുള്ളത്. ഇത് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെയും ഉറപ്പുവരുത്തുന്നു. 70-ലധികം ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റുകളാണ് കമ്പനി നൽകുന്നത്. ഇതിൽ തന്നെ ഡിസ്ക്രിഷണറി സ്പെൻഡിങ്ങിനായി ഫിനാൻസ് നൽകുന്ന ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ വായ്പാദാതാവായി ഉയർന്നു വരാൻ ബജാജ് ഫിനാൻസിന് സാധിച്ചിട്ടുണ്ട്. ബജാജ് EMI കാർഡുകളുടെ പോപ്പുലാരിറ്റി ഇതിനൊരു ഉദാഹരണമാണ്. ഒപ്പം അൺസെക്യൂർഡ് ലോൺസ്
പേഴ്സണൽ ലോൺ, ഓട്ടോ ലോൺ തുടങ്ങിയ ഫൈനാൻഷ്യൽ സപ്പോർട്ട് വേണ്ട എല്ലാ മേഖലയിലേക്കും സർവീസ് നൽകാൻ കമ്പനി ശ്രദ്ധിക്കുന്നുണ്ട്. സ്ട്രോങ് കസ്റ്റമർ ബേസ് ബജാജ് ഫിനാൻസിന്റെ അഡ്വാൻറ്റേജ് ആണ്. തുടക്കത്തിൽ പറഞ്ഞിരുന്നു 83.64 ദശലക്ഷം കസ്റ്റമർ ബേസ് കമ്പനിക്കുണ്ട്. പ്രത്യേകിച്ച് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കൂടി വന്നതോടെ ഇത് കൂടുതൽ എളുപ്പമായി. ക്രെഡിറ്റ് റിസ്ക് മാനേജ്മെന്റിന് വേണ്ടി മെഷീൻ ലേണിംഗ്, അനലിറ്റിക്സ്, AI പോലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ കമ്പനി ശ്രദ്ധിക്കുന്നത് മറ്റൊരു സ്ട്രെങ്തായി പരിഗണിക്കാം. പാൻ ഇന്ത്യ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ചും റൂറൽ മാർക്കറ്റിൽ 4000-ലധികം ലൊക്കേഷനുകളിൽ കമ്പനിയുടെ പ്രസൻസ് ഉണ്ട്. ഇനി വീക്ക്നെസ് പരിശോധിക്കാം. കമ്പനിയുടെ മെജോറിറ്റി റവന്യൂവും വായ്പകൾ കൊടുക്കുമ്പോൾ ലഭിക്കുന്ന പലിശയിൽ നിന്നുമാണ് എന്ന് മനസ്സിലായി. സോ ഇൻട്രസ്റ്റ് റേഞ്ചിൽ ഉണ്ടാകുന്ന മാറ്റം കമ്പനിയുടെ വരുമാനത്തിൽ ബാധിക്കും. 2024 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 22% വർദ്ധിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് കമ്പനിയുടെ കോസ്റ്റ് കൂട്ടാൻ കാരണമാകുന്നുണ്ട്. ഫൈനാൻഷ്യൽ സെക്ടർ പൊതുവെ ഇന്റൻസ് കോമ്പറ്റീഷനുള്ള സെക്ടറാണ്. NBFCകൾക്ക് പരസ്പരമുള്ള കോമ്പറ്റീഷൻ കൂടാതെ ബാങ്കുകളും മറ്റ് ഫിൻടെക് കമ്പനികളും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അടുത്തത് കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. UP, ബീഹാർ, നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എന്നിവിടങ്ങളിലെ റൂറൽ മേഖലയിൽ കമ്പനി പ്രസൻസ് ഉയർത്തിയിട്ടുണ്ട്. ഇത് വരും വർഷങ്ങളിൽ പോസിറ്റീവായി സ്വാധീനിക്കും. ഇന്ത്യയിൽ UPI ട്രാൻസാക്ഷന് ലഭിച്ച സ്വീകാര്യത വലുതായിരുന്നു. ഒപ്പം QR ബേസ്ഡ് മെർച്ചന്റ് പേയ്മെന്റ്സിലുള്ള വർധനവും. സോ ഡിജിറ്റൽ പേയ്മെന്റിലുള്ള വളർച്ച കമ്പനിയുടെ റവന്യൂ വർദ്ധിക്കുന്നതിന് അവസരമൊരുക്കുന്നു. ഓട്ടോ ലീസിംഗ്, എംബഡഡ് ഇൻഷുറൻസ്, ഇൻഡസ്ട്രിയൽ എക്യുപ്മെന്റുകൾക്ക് ഫൈനാൻസിംഗ് പോലുള്ള സർവീസുകൾ കൂടി നൽകാൻ കമ്പനി ലക്ഷ്യമിടുന്നുണ്ട്. ഓട്ടോ ലീസിംഗ് ത്രൂ റീറ്റെയിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് കസ്റ്റമേഴ്സിൽ നിന്ന് ഒരു റെന്റൽ ഇൻകം കിട്ടുന്നുണ്ട്. എംബഡഡ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നൽകുമ്പോൾ ഇൻഷുറൻസ് കവറേജ് കൂടി ഉൾപ്പെടുത്തുന്നതിനെയാണ്. മറ്റ് NBFCകളുമായും സ്മോൾ ഫിനാൻസ് ബാങ്കുകളുമായും ഒക്കെ ചേർന്ന് ലോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് കമ്പനിയുടെ വളർച്ചയ്ക്ക് അനുകൂലമാണ്. അവസാനമായി ത്രെഡ്സ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഡിജിറ്റൽ സേവനങ്ങൾ കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇതുമൂലം ഡാറ്റ പ്രൈവസി, സെക്യൂരിറ്റി ത്രെഡ്സ് പോലുള്ള റിസ്ക് ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. NBFC സെക്ടറിൽ വർദ്ധിച്ചു വരുന്ന കോമ്പറ്റീഷൻ മാർക്കറ്റ് ഷെയർ കുറയുന്നതിന് കാരണമായേക്കാം. ഇൻഫ്ലേഷൻ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിന് കാരണമാകുന്നുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിച്ചാൽ ക്രെഡിറ്റ് ഡിമാൻഡ് കുറയുകയും ലോണുകൾ നൽകുന്ന ബജാജ് ഫിനാൻസ് പോലുള്ള കമ്പനികളെ പ്രത്യേകിച്ചും നെഗറ്റീവായാണ് എഫക്ട് ചെയ്യുക. RBIയുടെ സ്ട്രിക്റ്റ് റെഗുലേഷൻസ് കമ്പനിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കും. ഈ അടുത്ത് അൺസെക്യൂർഡ് ലോൺസ് നൽകുന്നതിന് കൂടുതൽ സ്ട്രിക്റ്റ് നോംസ് RBI അവതരിപ്പിച്ചത് ഇത്തരം NBFCകൾക്ക് വെല്ലുവിളി ഉയർത്തിയിരുന്നു. എയർടെലുമായുള്ള പാർട്ണർഷിപ്പും മൂന്നാം പാദ ഫലങ്ങളും കമ്പനിക്ക് വളരാൻ അനുകൂലമായ സാഹചര്യം ഒരുക്കുമെന്ന് ബ്രോക്കറേജായ ജിയോജിത്ത് വിലയിരുത്തുന്നു. എന്നാൽ SME പേഴ്സണൽ വായ്പകളുടെ ക്രെഡിറ്റ് കോസ്റ്റ് ഉയർന്നു നിൽക്കുന്നത് വെല്ലുവിളി ആയേക്കാമെന്ന് മറ്റൊരു ബ്രോക്കറേജായ UBSും പറയുന്നു. സമ്മിശ്രമായ സമീപനമാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. എങ്കിലും 2025 ആരംഭിച്ചതിനു ശേഷം ഓഹരി 20%-ലധികം മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ഡിസ്ക്ലെയിമറോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ബജാജ് ഫിനാൻസ് എന്ന കമ്പനിയെക്കുറിച്ചുള്ള ചില ഇൻഫർമേഷൻസ് മാത്രമാണ് പങ്കുവച്ചത്. സ്റ്റോക്ക് റെക്കമെൻഡേഷനായി സ്വീകരിക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്റ്റോക്ക് അഡ്വൈസുകൾക്കായി സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുകളെ മാത്രം സമീപിക്കുക. മറ്റൊരു കമ്പനിയുടെ വിശേഷവുമായി വീണ്ടും എത്താം.